അപ്പോൾ ഇന്നത്തെന്ന് പറഞ്ഞാൽ ഇന്ന് വണ്ടൂർ അളങ്കൂർക്കാണ് പോലെ സാധനം കയറ്റാൻ പോയോണ്ടിരിക്കാം. വണ്ടൂർ അളങ്കൂർ ഇന്ന് പോലത്. ലോഡൊക്കെ ഇങ്ങനെ ആയി. ഇനി താർപ്പായിട്ട് കെട്ടാണ്ട്. ഇപ്പോൾ ലോഡൊക്കെ ആയിട്ടുണ്ട്. കയറിട്ട് താർപ്പായിട്ട് കെട്ടി പോകണം. നോക്കാം. സ്കെർച്ചാൻ സൈഡാക്കിയാണ്. വാക്കാലൂരെത്തി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വണ്ടി എടുക്കാൻ പോവാം. ഇത് നേരെ അളങ്കൂർ ഇടവണ്ണ കഴിഞ്ഞിട്ട് വണ്ടൂരോ. ഇതെന്ന് പറഞ്ഞാൽ മരമാണ്. മുറിച്ച മരം ഫർണിച്ചറിന് ഉപയോഗിക്കാനുള്ള മരമാണ്. നമ്മൾ ഫർണിച്ചറിൻ്റെ ഒരു ഗോഡൗൺക്കാണ് കൊണ്ടുപോകുന്നത്. വലിയ ഫർണിച്ചർ കമ്പനിക്ക്. അത് എടവണ്ണ എളങ്കൂരാണ്. അതൊരു വലിയ കമ്പനിയാണ്. എളങ്കൂരിൽ നിന്ന് പിന്നെ ഉള്ളോട്ട് പോകണം. എളങ്കൂരല്ല ശരിക്കും, പക്ഷേ എളങ്കൂരാണ് പറയൽ. അപ്പോൾ നമ്മളങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. എടവണ്ണ കഴിഞ്ഞിട്ട് അങ്ങനെ ലോഡ് കയറ്റിയുണ്ടല്ലോ നിങ്ങൾ ഫോർക്ക് ലിഫ്റ്റ് വെച്ചാട്ട്. ഇത്ര പെട്ടെന്ന് 5 മിനിറ്റ് എടുത്തില്ല അത്രയും മരക്കഷ്ണങ്ങൾ ഒരു കയറ്റാൻ. അട്ടി വെച്ച് നേരെ എടുത്ത് ഇങ്ങോട്ട് അട്ടി വെച്ച്. ഏതൊരു നമ്മളെ തൊഴിലാളികളാണെങ്കിൽ മനുഷ്യനാണെങ്കിൽ എത്ര നേരം എടുക്കും അതൊരുമാതിരി ഒതുക്കി ഇങ്ങനെ കയറ്റി വെക്കാൻ വണ്ടീൻ്റെ ഉള്ളിലേക്ക്. ഇത് ഫോർക്ക് ലിഫ്റ്റ് ഒന്ന് കയറ്റി വണ്ടിക്ക് വെച്ച് പോയി. അങ്ങനെ ഇടവണ്ണെന്ന് തിരുവാലി റോഡ് കയറി ഇങ്ങനെ പോവാണ്. തിരുവാലിയിൽ നിന്ന് പിന്നെ റൈറ്റിക്ക് തിരിയണം. തിരുവാലിയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഒരു വളവ് റൈറ്റിക്ക് തിരിയണം. ചിലതൊക്കെ എടുത്തിട്ടുള്ളൂ. പെരും വെയിലാണ്, നല്ല ചൂടാണ്. നമ്മളെ നാട്ടിൽ ചൂടാണെങ്കിൽ നല്ല ചൂട്, വെയിലാണെങ്കിൽ നല്ല വെയിൽ. ഇത് രണ്ടും നമുക്ക് പ്രശ്നമാണ്. മഴ പെയ്ത സാധനം തന്നെയൊന്നുമില്ല പേടി. എന്നാൽ ചൂടായാൽ ചാർപ്പായിടുമ്പോൾ സാധനം കിട്ടുമ്പം പെരും ചൂടും. അങ്ങനെയാണ് നമ്മളവസ്ഥ. പോണതിൻ്റെ അടുക്ക് ഗൂഗിൾ മാപ്പ് ലെഫ്റ്റിക്ക് തിരിയാൻ പറഞ്ഞു. ലെഫ്റ്റിക്ക് തിരിഞ്ഞിങ്ങനെ പോയി നോക്കുമ്പം ആ റോഡ് എൻ്റെ ചെയ്യണതൊരു പെരൻ്റെ മുറ്റത്താണ്. എന്നിട്ട് അവിടുന്ന് ലെഫ്റ്റിക്ക് തിരിയാൻ, അവിടുന്ന് ലെഫ്റ്റ് ഇല്ല. എന്നിട്ട് അവിടുന്ന് റിവേഴ്സ് അടിച്ച് ഇങ്ങനെ പോകുന്നു. ഗൂഗിൾ മാപ്പിന് ആരും നമ്പരുത്. ഇതിപ്പോൾ എനിക്ക് 2ാമത്തെ പണിയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ പോയപ്പം എന്നെ ചുറ്റിച്ച് വണ്ടൂർ അങ്ങാടി 5 കിലോമീറ്റർ വെറുതെ ചുറ്റി. ഞാൻ 5 കിലോമീറ്റർ എന്നാൽ ചിലപ്പോൾ ചെറിയ കിലോമീറ്റർ ആകാം, പക്ഷേ നമുക്ക് ഡീസൽ കത്തിച്ചുമ്പോൾ അത് വലിയൊരു നഷ്ടമാകാരം. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കണമെങ്കിൽ നല്ല നിങ്ങൾ ചോദിച്ച് പോവാം. ഓരോ സ്ഥലത്തേക്ക് ചോദിച്ച് പോവാം. അതായത് ചെറിയ സ്ഥലത്തേക്ക് ഉള്ള ഏരിയക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം വലിയ അങ്ങാടി ചോദിക്കുക, അവിടുത്തെ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് ചോദിക്കുക. എന്നിട്ട് അവിടെ അതങ്ങനെ ചോദിച്ച് പോയാൽ കറക്റ്റ് നല്ലത്. നിങ്ങൾ ഇതാണ് കമ്പനിക്കുള്ള വഴി. ഞാനല്ല, കുറച്ച് ഉള്ളോട്ടാണ് കമ്പനി. ഈ കമ്പനിയിലാണ് റേഞ്ചുമില്ല, കാര്യങ്ങളിലൊന്നുമില്ല. ശരിക്കും കാടിൻ്റെ മുക്കിലൊക്കെ ഉള്ളിലൊക്കെ BSNL റേഞ്ചിലാണ്. ഇത് BSNL റേഞ്ചില്ല. കുറച്ച് ഉള്ളോട്ടുള്ള കമ്പനിയാണ്. അത്യാവശ്യം നല്ല ഉള്ളോട്ട് പോകണം. മഴ ചെയ്തവിടെയൊക്കെ ചളിയേക്കാരം. റോഡ് ചപ്പിളിയാവും. വെയിലായതുകൊണ്ട് കുറച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഭൂമി. ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ പോവാണ്. നമ്മൾ ലോഡ് ഇറക്കേണ്ട കമ്പനിയിലെത്തിയിട്ടുണ്ട്. ഈ വണ്ടി വെച്ചെടുക്കുക, ലോഡ് ഇറക്കുക. നായകം നോക്കി. ഓ സൂപ്പർ. അതവിടെ ലോഡ് ഇറക്കണ കമ്പനി, ഫർണിച്ചർ കമ്പനി. ഫാൻ ഇറക്കണമൊക്കെ എന്താ സ്പീഡ്. അത് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് ഫുൾ കാലിയായി. നേരെ നാട്ടിലേക്ക്. ഓക്കെ. ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കാടിൻ്റെ ഉള്ളിലാണ്. റേഞ്ചാണ് സംഗതിൻ്റെ ഉള്ളിലില്ല. BSNL ശരിക്കും BSNL ഒക്കെ കാടിൻ്റെ ഉള്ളിൽ റേഞ്ച് വേണ്ടി അങ്ങനെ ഉണ്ടാവില്ല സാധാരണ. ഇവിടെ BSNL റേഞ്ചില്ല കാടിൻ്റെ ഉള്ളിൽ. എന്തൊരു കഷ്ടമാണ്. അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി തിരിച്ച് അരീക്കോട് തന്നെ പോരുകയാണ്. നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് പോരുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടൊന്നുമില്ല. ഗൂഗിൾ മാപ്പിന് ആരും നമ്പരുത്, പ്രത്യേകിച്ച് നമ്മൾ വണ്ടിക്കാർ. ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴി കൂടെ കാറ് പോവും, ബൈക്ക് പോവും. പക്ഷെ നമ്മൾ ലോറി പോകുന്നില്ല, നമ്മൾ നോക്കി തന്നെ വേണം. കാറ് പോണ വഴി കൂടെ ലോറി പോകും. പക്ഷേ നമ്മളെ വണ്ടിയിൽ ലോഡ് ഉണ്ടാകുമ്പോഴും ഹൈറ്റ് ഉണ്ടാകുമ്പോഴും ലോഡ് പുറത്തേക്ക് തള്ളിക്കുമ്പോഴും അതിൽക്കൂടെ ഒരു പക്ഷേ പോയിക്കോണമെന്നില്ല വണ്ടി. അപ്പോൾ ശരിക്കും ചോദിച്ച് വണ്ടി പോകുമെന്നൊക്കെ ചോദിച്ചിട്ട് പോയാൽ മതി. ഞാനങ്ങനെ പോയിട്ടിട്ടുണ്ട് 2 വട്ടം. ഒരു വട്ടം വെറുതെ 5 കിലോമീറ്റർ ചുറ്റി, ഡീസൽ കുറേ കത്തി, നല്ല ലോഡും തന്നെ വണ്ടി. പിന്നെ ഒരു ഇടായിക്കൂടെ കൊണ്ട് ഇടുക്കൂടെ അതിൽക്കൂടെ ലോറി പോകില്ല ഇനി. എന്നിട്ട് അതേമാതിരി ഇടങ്ങാറായി ബാക്ക് എടുത്ത്. ഗൂഗിൾ മാപ്പ് വിട്ടതാണ്.
അതിനുശേഷം ചോദിച്ച് പോലോടി ഗൂഗിൾ മാപ്പ് ഇട്ടും വലിയ അങ്ങാടിക്ക് മാത്രമേ ഇട്ടു ടൗണിക്ക്. അവിടെ നിന്ന് പിന്നെ ചോദിച്ച് അങ്ങ് പോകും. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അവിടുത്തെ നാട്ടുകാർ ബുദ്ധിമുട്ടാവും, ആൾക്കാർ ബുദ്ധിമുട്ടാവും, ചീത്ത കിട്ടും, അങ്ങനെ കുറേ പ്രശ്നം. നമ്മളെ വണ്ടിക്കാരെ പിന്നെ ചീത്തര എല്ലാവർക്കും ഊറ്റാണല്ലോ. ആദ്യം നമ്മളെ നെഞ്ചത്ത് കട കയറും. അപ്പോൾ ശ്രദ്ധിച്ചിങ്ങനെ നല്ല പോകണം. അപ്പോൾ നമ്മൾ തിരുവാലയൊക്കെ കഴിഞ്ഞ് എടവണ്ണ എത്താനായി, ജാമ്യൻ്റെ അവിടെയൊക്കെ എത്താനായി. ഇനിയും ഒരു 15 കിലോമീറ്ററിൻ്റെ അടുത്ത് അരീക്കോട് ഉണ്ടാവും. അപ്പോൾ ഇന്ന് ലോക്കൽ ട്രിപ്പ് എടുത്ത് നാട്ടിൽ തന്നെ ചെറിയൊരു ഓട്ടം. രാവിലെ ഉച്ചയ്ക്ക് 10:30 ആയപ്പം 12 മണിയൊക്കെ ആയപ്പോൾ പോയി. വൈകുന്നേരം തിരിച്ചെത്തി ചെയ്ത്. ലോങ് കിട്ടിയില്ലെന്ന്. അപ്പം ഇത് കിട്ടിയത് നാട്ടിൽ ചെറിയൊരു ലോക്കൽ ഓടി. അങ്ങനെ നമ്മൾ ജാമ്യൻ്റെ അവിടെ എത്തി. വലത്തേ ഭാഗത്ത് കാണാൻ നമ്മുടെ ജാമ്യ. അങ്ങനെ കഴിഞ്ഞ് ഇവിടുന്ന് നേരെ നമ്മുടെ ടൗണ്. അവിടുന്ന് അരീക്കോട് റോഡാണ് കയറി ഇങ്ങനെ എടുത്തു. അരീക്കാട് അങ്ങനെ അരീക്കോട് റോഡിന് കയറി. ഇനി നേരെ ഇങ്ങനെ പോയി വന്നിപ്പാറന്ന് വടശ്ശേരി വാക്കാലൂർ, അങ്ങനെ അരീക്കോട്. അങ്ങനെ നമ്മൾ നാട്ടിലെത്താനായി. ഇനി കുറച്ചുകൂടി പോകണ്ടേ. നമ്മൾ പിന്നെ കുറച്ച് നേരം വീഡിയോ എടുക്കൽ നിർത്തി. കാരണം നല്ല ക്ഷീണം ഉണ്ടായിന്, നല്ല ചൂട്, നല്ല ക്ഷീണം ഉണ്ടായിന്. പിന്നെ അരീക്കോട് അങ്ങാടിയാണെങ്കിൽ ബ്ലോക്കും. അരീക്കോട് എത്തുന്നതിന് മുന്നേ ബ്ലോക്ക്, പുത്തലം മുതലേ ബ്ലോക്കാണ്. അരീക്കോട് തല വരെ ബ്ലോക്ക്. അതിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ വണ്ടി ആളുണ്ടായിന്. ഇറക്കി കൊടുത്ത് വന്ന് സ്റ്റാൻഡിലിടുമ്പോഴത്തേനും പെരും ബ്ലോക്ക് അരീക്കോട് അങ്ങാടി, പെരുന്നാളിൻ്റെ തിരക്കായതുകൊണ്ട്. അങ്ങനെ കുറേ ബ്ലോക്കിൽ നിന്ന് പിന്നെ വീഡിയോ എടുക്കാനുള്ളതൊന്നുമില്ല ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഓക്കെ ബൈ. ബ്ലോക്ക് വണ്ടി നിർത്താൻ പോകുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക്, പെരുന്നാളിൻ്റെ തിരക്കാവുന്നുണ്ട്. അപ്പോൾ നേരെ ആയാലും കുറേ നേരം ഞപ്പോൾ വീഡിയോ എടുക്കണം ഓർമ്മയായി.